സംസാരിച്ചത്. ഒരുപക്ഷെ ഇതിന്റെ പേരിൽ എനിക്ക് മറ്റു മഹലുകളൊന്നും ജോലി കിട്ടിയെന്ന് വരില്ല, ശരി, സമ്മതിച്ചു. എങ്കിലും ഈ ഒരു തെറ്റിനെ തെറ്റായിട്ട് തന്നെ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് എന്റെ വാക്കിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ ആർക്കെങ്കിലും എന്തെങ്കിലും മോശമോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പൊരുത്തപ്പെട്ടു തരണമെന്നും എന്റെ കുടുംബത്തിനും എനിക്കും വേണ്ടി ദുആ ചെയ്യണമെന്നും എന്റെ മക്കൾ പട്ടിണിയാവാതിരിക്കാൻ വേണ്ടി കരുതണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും. പരിശുദ്ധ ദീന് പറഞ്ഞതിന്റെ പേരിൽ പാവപ്പെട്ടവനും പണക്കാരനും ഒരേ സ്ഥാനം കൊടുത്തതിന്റെ പേരിൽ ഒരുപാട് മഹല്ലുകളിൽ ജോലി ചെയ്യുന്ന ഖതീബുമാരായ ഇമാമിങ്ങളായ ഉസ്താദന്മാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ്. ഈ പാവപ്പെട്ട ഉസ്താദിന്റെ കണ്ണിൽ നിന്നും ഒഴുകി വരുന്ന ഓരോ കണ്ണീരിനും കാരണക്കാരായ ഓരോ ആളുകളും നാളെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ചില ആളുകൾക്കൊരു വിചാരമുണ്ട്, ഞങ്ങൾ വിചാരിക്കുന്ന ആളുകൾ മാത്രം, നമ്മുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും കൂടെ നിൽക്കുന്നവർ മാത്രം ഈ പള്ളികളിലൊക്കെ ജോലി ചെയ്താൽ മതിയെന്ന്. ഇത് ചിലരുടെ അഹങ്കാരത്തിന്റെ വിചാരങ്ങൾ മാത്രമാണ്. അങ്ങനെയുള്ളവരുടെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ കാണിക്കുന്ന അഹങ്കാരം പണത്തിന്റെ പേരിലാണെങ്കിൽ, സ്ഥാനത്തിന്റെ പേരിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ അവസാനിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. നാളെ റബ്ബിന്റെ മുമ്പിൽ കാണിച്ചു കൂട്ടുന്ന ഓരോ അഹങ്കാരത്തിനും മറുപടി പറയേണ്ട ഒരു ദിവസം വരാനുണ്ട്. അത് ഓർത്തുകൊണ്ട് ജീവിക്കുന്ന നല്ലതായിരിക്കും. പരിശുദ്ധ ദീന് പറഞ്ഞതിന്റെ പേരിൽ ഇന്നും ഒരുപാട് ഉസ്താദന്മാർ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനമായ ഒരു കാര്യം പറയാനുള്ളത്, ഉസ്താദന്മാർ അത് ഒരാളുടെയും അടിമയല്ല, പരിശുദ്ധ ദീന് പ്രചരിപ്പിക്കുന്ന പടച്ച റബ്ബിന്റെ അടിമകൾ മാത്രമാണ്.